നമസ്കാരം. പ്രധാന വാർത്തകൾ. ശ്രീകൃഷ്ണപുരത്തിന് ഇനി കലാരാവുകൾ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച ശ്രീകൃഷ്ണപുരത്ത് അരങ്ങുണരും. ആദ്യ ദിനം രചനാ മത്സരങ്ങൾ നടക്കും. വാണിയംകുളം നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മാസങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കിയ ടൗണിലെ ഗതാഗത പരിഷ്കാരങ്ങൾ വെറുതെയായെന്ന് ഓട്ടോ തൊഴിലാളികൾ. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പഞ്ചായത്തും പോലീസും ഇടപെടണമെന്ന ആവശ്യം ശക്തം. അടച്ചുറപ്പുള്ള വീടില്ല. മണാർക്കാട് ഒരു കുടുംബം അന്തി ഉറങ്ങുന്നത് ഓലയും പ്ലാസ്റ്റിക് ഷീറ്റും മേഞ്ഞ ഷെഡിൽ. ലൈഫ് ഭവന പദ്ധതിയിലേക്ക് അപേക്ഷിച്ചെങ്കിലും വീടിന് അനുമതി കിട്ടിയില്ല. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് 2.5 കോടി രൂപയുടെ സ്വർണം കവർന്ന സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടി ശിക്ഷിക്കണമെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ ഭാരവാഹികൾ. നഷ്ടപ്പെട്ട മുതൽ വീണ്ടെടുക്കണമെന്നും വ്യാപാരികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന ഇത്തരം കവർച്ചാ സംഘങ്ങളെ ഇല്ലാതാക്കാൻ പോലീസ് ശക്തമായ നടപടി കൈക്കൊള്ളണമെന്നും ഭാരവാഹികൾ. CPM ചെർപ്പളശ്ശേരി ഏരിയ സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 25, 26, 27 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. 27 വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാട്ടിരിയിൽ റബ്ബർ പുരയിലെ റാട്ടപ്പുരയിൽ നിന്ന് ഒട്ടുപാൽ മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. കോട്ടയം സ്വദേശി സിയാദാണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തകളിലേക്ക്. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച ശ്രീകൃഷ്ണപുരത്ത് അരങ്ങുണരും. ആദ്യ ദിവസം വിവിധ രചനാ മത്സരങ്ങൾ നടക്കും. ചൊവ്വാഴ്ച മുതൽ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും. ശ്രീകൃഷ്ണപുരത്തിന് ഇനി കലാരാവുകൾ. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ സ്കൂൾ കൗമാര കലാമാമാങ്കത്തിന് തിങ്കളാഴ്ച തുടക്കമാവും. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ, AUP സ്കൂൾ ശ്രീകൃഷ്ണപുരം, ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപം, പെരുമാങ്ങോട് ALP സ്കൂൾ, സംഗീതശില്പം ഓഡിറ്റോറിയം, കമ്മ്യൂണിറ്റി ഹാൾ, ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക് എന്നിവിടങ്ങളിലാണ് കലോത്സവവേദികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ദേവപദം ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത്. കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. 2ാം തവണയാണ് ജില്ലാ കലോത്സവത്തിന് വേദിയാകുന്നത്. നേരത്തെ ഒറ്റപ്പാലം മണ്ഡലത്തിൽ കലോത്സവം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ മണ്ഡലത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ശ്രീകൃഷ്ണപുരത്ത് വെച്ച് 2024-25 അധ്യയന വർഷത്തെ റവന്യൂ ജില്ലാ കലോത്സവത്തിന് വേദിയാകുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. വിവിധ സബ് ജില്ലകളിൽ നിന്നും എത്തിയവരുടെ രജിസ്ട്രേഷൻ ഞായറാഴ്ച നടന്നു. രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം K. പ്രേംകുമാർ MLA നിർവഹിച്ചു. തിങ്കളാഴ്ച ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 25 റൂമുകളിലായി വിവിധ രചനാ മത്സരങ്ങൾ നടക്കും. ചൊവ്വാഴ്ച മുതൽ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും. വാണിയംകുളം നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മാസങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കിയ ടൗണിലെ ഗതാഗത പരിഷ്കാരങ്ങൾ വെറുതെയായെന്ന് ഓട്ടോ തൊഴിലാളികൾ ആരോപിച്ചു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പഞ്ചായത്തും പോലീസും ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. വാണിയംകുളം കോതകുർശി റോഡ് മുതൽ വല്ലപ്പുഴ റോഡ് ജംഗ്ഷൻ വരെയും നീളുന്ന ഗതാഗതക്കുരുക്കാണ് നഗരത്തിലെത്തുന്നവരെ വലയ്ക്കുന്നത്. ഇത് നഗരത്തിലെ വ്യാപാരികളെയും ഓട്ടോ തൊഴിലാളികളെയും ഏറെ ബാധിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്തും പോലീസും ഇടപെട്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ബസ് സ്റ്റോപ്പുകൾ മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശം നടപ്പിലാക്കിയെങ്കിലും ഗതാഗതക്കുരുക്കിന് യാതൊരു മാറ്റവുമില്ലെന്നാണ് ആരോപണം. വാണിയംകുളത്ത് ബ്ലോക്ക് കൂടുതലും ദിവസം വ്യാഴാഴ്ച ദിവസമാണ് ഭയങ്കരമായിട്ട് ബ്ലോക്ക് വരുന്നത്. അതായത് ചന്ത റോഡിലെ വണ്ടികൾ ബ്ലോക്ക് ആവും. അതേപോലെ TRK റോഡിലെ സ്കൂൾ ബസ്സുകൾ തിരിഞ്ഞു വരുമ്പോൾ കൂടുതൽ ബ്ലോക്കാണ്. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ പേരിൽ ഇപ്പോൾ ബസ് സ്റ്റോപ്പ് കുറച്ച് അങ്ങോട്ട് നീക്കി അത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവാന്നല്ലാതെ ഒരു ഇതും ഇവിടെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് അത് പഴയ സ്ഥാനത്തേക്ക് തന്നെ മാറ്റുക. എന്താ വെച്ച് കഴിഞ്ഞാൽ PK ദാസിലേക്ക് വരുന്ന ആളുകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അത്രയും ദൂരം നടന്നു വരണം. പിന്നെ അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ബസ് സ്റ്റോപ്പ് ഇപ്പം അങ്ങ് നീക്കിക്കൊണ്ട് ഒരു കുറവും ഇവിടെ വരുന്നില്ല. പിന്നെ അതേപോലെ അനധികൃതമായ പാർക്കിങ്ങുകൾ. പിന്നെ നമ്മളിപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ ഇപ്പോൾ അവിടെ ഞങ്ങൾ ഫ്രണ്ടിൽ 5 വണ്ടി ഇട്ടായിരുന്നു. അതിപ്പോൾ ഞങ്ങളോട് 3 വണ്ടി ഇടാൻ പറഞ്ഞ് ഞങ്ങൾ 3 വണ്ടീനെ ഇടുന്നുള്ളൂ. എന്നാലും ഇപ്പൊ ഞങ്ങൾ ഇടുന്ന 2 വണ്ടി ഇടുന്ന സ്ഥലത്ത് ഇപ്പൊ വേറെ വണ്ടികൾ കൊടുന്ന വ്യക്തിയാണ്. അത് ഞങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോ അതിന്റെ അധികാരികൾ ഇതിന് എത്രയും പെട്ടെന്നൊരു ഇടപെടൽ നടത്തണം എന്നാണ് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർക്ക് പറയാനുള്ളത്. രാവിലെ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ടൗണിൽ കുടുങ്ങിക്കിടക്കുക. ചില സമയങ്ങളിൽ ആംബുലൻസുകളും കുടുങ്ങാറുണ്ട്.
വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചന്തയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ ക്രമീകരിക്കാൻ സംവിധാനമില്ലാത്തത് ഈ ദിവസങ്ങളിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ ഇടവരുത്തും. റോഡിന് ഇരുവശങ്ങളിലുമുള്ള അനധികൃത പാർക്കിങ്ങും ടൗണിലെ തിരക്ക് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. 1-2 ട്രാഫിക് പോലീസുകാരുടെ സേവനമുണ്ടെങ്കിലും മിക്ക ദിവസങ്ങളിലും നാട്ടുകാർ തന്നെ ഗതാഗതം നിയന്ത്രിക്കാറാണ് പതിവ്. ഒരു സ്വകാര്യ ആശുപത്രിയും നിരവധി വ്യാപാര സ്ഥാപനങ്ങളുമുള്ള ടൗണിലെത്തുന്നവർ ഗതാഗതക്കുരുക്ക് മൂലം വലയുകയാണ് ഇപ്പോൾ. പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്ന് ഓട്ടോ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ഈ വാണിയംകുളത്തുള്ള ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് എടുത്ത തീരുമാനത്തിൽ ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയതിന്റെ കാരണം കൊണ്ട് ബ്ലോക്കിന് ഒരു കുറവുമില്ല. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞാൽ 2 സൈഡിലും അനധികൃതമായിട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടികളുടെ ബ്ലോക്കാണ് കാര്യമായിട്ട് വരുന്നത്. പിന്നെ പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് നീക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. പി.കെ. ദാസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികൾക്കും അതുപോലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ അവിടെ ഇറങ്ങിയിട്ട് ഒരുപാട് ദൂരം നടന്നു വന്നിട്ട് വേണം ഈ ഹോസ്പിറ്റലിലേക്കും അതുപോലെ സ്കൂളിലേക്കും പോകാൻ വേണ്ടിയിട്ട്. ബ്ലോക്ക് സ്ഥിരം കൂടുക എന്നല്ലാതെ ഞങ്ങൾ ഓട്ടോക്കാരെ ഇടപെട്ടിട്ട് ആ ബ്ലോക്കുകൾ തീർക്കുകയാണ് ചെയ്യല്. എന്നാലും ബ്ലോക്കിന് ഒരു കുറവുമില്ല. ദിനംപ്രതി ബ്ലോക്ക് കൂടുതലാണ് ഇവിടെ. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. 2 സൈഡും പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികൾ മാറ്റിയാലാണ് വാണിയംകുളം ടൗണിലെ ബ്ലോക്ക് മാറുന്നത്. അടച്ചുറപ്പുള്ള വീടാണ് മണ്ണാർക്കാട് കുമരംപുത്തൂർ 4 സെന്റ് ഗ്രാമത്തിലെ പറളി ഹൈറുന്നീസയുടെ സ്വപ്നം. 2 പെൺമക്കളുമായി ഓലയും പ്ലാസ്റ്റിക് ഷീറ്റും മേഞ്ഞ കുടിലിൽ ഭയന്നാണ് ഹൈറുന്നീസ കഴിയുന്നത്. ഒരു വീടിനായി മുട്ടാത്ത വാതിലുകളില്ല. ഓലയും പ്ലാസ്റ്റിക് ഷീറ്റും മേഞ്ഞ ഷെഡിലാണ് ഹൈറുന്നീസയും 2 മുതിർന്ന പെൺകുട്ടികളും കഴിച്ചുകൂട്ടുന്നത്. ചുമരുകൾക്ക് പകരം പ്ലാസ്റ്റിക് ചാക്കുകൾ കൊണ്ടാണ് മറച്ചിരിക്കുന്നത്. രാത്രിയായാൽ പെരുച്ചായകൾ വീടിനുള്ളിലേക്ക് പാഞ്ഞുകയറും. സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് പന്നികളും വീട്ടുമുറ്റത്തെത്തും. ഭയന്ന് വിറച്ചാണ് നേരം വെളുപ്പിക്കുന്നത്. മനസ്സുവിട്ട് ഉറങ്ങാറില്ല. ലൈഫ് ഭവന പദ്ധതിയിലേക്ക് അപേക്ഷിച്ചെങ്കിലും കിട്ടിയില്ല. വിവിധ സംഘടനകളോട് തങ്ങളുടെ സങ്കടം പറഞ്ഞെങ്കിലും അവരും ഒന്നും ചെയ്തില്ല. ഭർത്താവ് ജാഫർ വിദേശത്താണെന്ന കാരണം പറഞ്ഞാണ് എല്ലാവരും തന്നെ കൈവിടുന്നതെന്ന് ഹൈറുന്നീസ പറയുന്നു. വിദേശത്ത് പോയെങ്കിലും സ്ഥിര വരുമാനമുള്ള ജോലി ഇതുവരെ ശരിയായിട്ടില്ല. വീട്ടിലേക്ക് പണം അയക്കാനോ നാട്ടിലേക്ക് മടങ്ങാനോ സാധിക്കാത്ത അവസ്ഥയിലാണ്. ഹൈറുന്നീസ തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് മക്കളുടെ പഠന ചെലവും വീട്ടുചെലവും കഴിച്ചുകൂട്ടുന്നത്. ഈ സാഹചര്യത്തിൽ എങ്ങനെ വീട് നിർമ്മിക്കാനാവും? വീടിനായി ഹൈറുന്നീസ മുട്ടാത്ത വാതിലുകളില്ല. സമീപിക്കുന്നവരെല്ലാം കൈമലർത്തുന്ന സ്ഥിതിയാണ്. ഈ ഉമ്മയ്ക്കും പെൺമക്കൾക്കും അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ മനസ്സുള്ളവർ കനിയണമെന്ന് പ്രദേശത്തെ അങ്കണവാടി അധ്യാപിക ഖദീജ പറഞ്ഞു. എൻ്റെ ഏരിയയിലെ ഒരു വീടാണ് ഹൈറുന്നീസ, വൈഫ് ഓഫ് ജാഫർ പാർലി. ഒരു ഉമ്മയും 2 മക്കളും. ആ ഒരു കഴിയുന്ന വീടിൻ്റെ ഒരു അവസ്ഥ വളരെ ശോചനീയമാണ്. ഞാൻ പലരോടും അവർക്കൊരു വീടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ശരിയായ മറുപടി കിട്ടിയിട്ടില്ല. എങ്ങനെയെങ്കിലും അവർക്കൊരു വീട് കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടികൾക്കും ഉമ്മയ്ക്കും സമാധാനമായിട്ട് അടച്ചുറച്ച് കിടന്നുറങ്ങാൻ പറ്റുന്നൊരു വീട് പാസ്സാക്കി കൊടുത്ത വളരെ ഉപകാരമായിരുന്നു. ഞാൻ ഇനി അവർക്ക് വേണ്ടി പറയാത്ത വ്യക്തികളില്ല. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അപേക്ഷകൾ കൊടുപ്പിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ലൈവായിട്ട് ഞാൻ തന്നെ വന്ന് പറയാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും അവർക്കൊരു വീട് കൊടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് 2.5 കോടി രൂപയുടെ സ്വർണം കവർന്ന സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടി ശിക്ഷിക്കണമെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നഷ്ടപ്പെട്ട മുതൽ വീണ്ടെടുക്കണമെന്നും വ്യാപാരികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഇത്തരം കവർച്ചാ സംഘങ്ങളെ ഇല്ലാതാക്കാൻ പോലീസ് ശക്തമായ നടപടി കൈക്കൊള്ളണമെന്നും അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തട്ടിയെടുത്ത മുതൽ മുഴുവനായി കണ്ടെത്തി ഉടമകൾക്ക് നൽകാൻ ഊർജ്ജ നടപടി സ്വീകരിക്കണമെന്നും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സ്വർണ്ണ വ്യാപാരികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന ഇത്തരം കവർച്ചാ സംഘങ്ങളെ ഇല്ലാതാക്കാൻ പോലീസ് നടപടി കൈക്കൊള്ളണമെന്നും രാത്രികാല പട്രോളിംഗ് വ്യാപിപ്പിക്കണമെന്നും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വ്യാപാരികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകണം. ഇപ്പോൾ പിടിയിലായ പ്രതികൾക്ക് ശക്തമായ ശിക്ഷ നൽകുകയും വേണം.
രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കി വ്യാപാര സ്ഥാപനങ്ങളുടെയും വ്യാപാരികളുടെയും സുരക്ഷ വരുത്തണമെന്നും ആശങ്കകൾ അകറ്റണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആശങ്കയറ്റുന്ന നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി സംഘടന മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് ഇത്രയും ടൗണിൻ്റെ ഹൃദയഭാഗത്ത് കേവലം 1/2 കിലോമീറ്റർ മാത്രമാണ് ടൗണും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീടുമായുള്ള അന്തരം. അവിടെ വെച്ചാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ളത്. കാരണം സമയം വളരെ വൈകിട്ടില്ല, 8:30 മണിയായിട്ടുള്ളൂ. അപ്പോൾ ശക്തമായ പോലീസ് നടപടി ഈ വിഷയത്തിലും ഉണ്ടാവണം എന്നാണ് സംഘടനയ്ക്ക് പറയാനുള്ളത്. അതല്ലെങ്കിൽ സംഘടന ശക്തമായ മറ്റു സമരപരിപാടിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ജില്ലയുടെ ഇതര ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു ഇടപെടൽ വേണം. ജില്ലയിൽ മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജ്വല്ലറി ഉടമകൾക്ക് സ്വയം രക്ഷയ്ക്കും കൂടിയും തോക്ക് ലൈസൻസ് അനുവദിക്കണം. നേരത്തെ ഭീഷണി നേരിട്ട പല സ്വർണ്ണ വ്യാപാരികളും തോക്ക് ലൈസൻസ് നേടിയിട്ടുണ്ട്. അതേസമയം പെരിന്തൽമണ്ണയിൽ കവർച്ച അറിഞ്ഞ നിമിഷം മുതൽ പോലീസ് ജാഗ്രത കാണിച്ചതിനെയും പ്രതികളെ പിടികൂടിയതിനെയും ഭാരവാഹികൾ അഭിനന്ദിച്ചു. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അപ്പം തന്നെ ഡിവൈഎസ്പിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഞാൻ ഇപ്പം അറിഞ്ഞു, നിങ്ങൾ വേഗം സ്റ്റേഷനിലേക്ക് വന്നോളൂ, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. വളരെ ഫാസ്റ്റായിട്ടാണ് പോലീസ് ഇന്നലെ ഈ കാര്യങ്ങളൊക്കെ നീക്കിയത്. ഒരു അരമണിക്കൂറിനകം തന്നെ പോലീസ് വളരെയധികം ആക്റ്റീവായി. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു സത്യത്തിൽ ഈ ഒരു വണ്ടിയും ഈ ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ ട്രേസ് ചെയ്തിരുന്നു അവരെയാണ് പോലീസ്. പിന്നീട് അവരെ പിടിച്ചപ്പോഴാണ് വേറൊരു വണ്ടി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ സാധനം അവരുടെ കയ്യിലാണ്. നിലവിൽ നല്ല ഇടപെടലാണ് പോലീസ് നടത്തിയിരിക്കുന്നത്, സംശയമൊന്നുമില്ല. അതല്ലെങ്കിൽ ഞാൻ 15 മിനിറ്റ് ആയപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴേക്ക് തന്നെ നമ്മൾ ഈ സമീപ പ്രദേശത്തുള്ള സ്റ്റേഷനിലെ വാഹനങ്ങളും അതിന് പോകാൻ പറ്റിയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പോലീസുകാർ ഒരു 10-50ഓളം പോലീസ് അവിടെ അവർ വിവിധ സ്ഥലങ്ങളിലേക്കായിട്ട് നമ്മൾ പെരുമാണ്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം അതിന് നല്ലൊരു കോർഡിനേഷൻ നടത്തുകയാണ്. വ്യാപാരികൾ ആഭരണം പൊതുവെ ജ്വല്ലറികളിൽ കുറ്റമറ്റ ഇരുമ്പറകളിൽ സൂക്ഷിക്കാറാണ് പതിവ്. വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കരുതെന്ന് അസോസിയേഷൻ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകാറുണ്ട്. ജ്വല്ലറി ആഭരണങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നതും ഭീഷണിയാണ്. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അസീസ് എയർബാദ്, സെക്രട്ടറി KT അക്ബർ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK അയ്മു ഹാജി, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് NTK ബാപ്പു, വൈസ് പ്രസിഡന്റ് കീഴ്ശ്ശേരി മുസ്തഫ, പെരിന്തൽമണ്ണ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സൈദലവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CPIM ചെർപ്പളശ്ശേരി ഏരിയ സമ്മേളനം 25, 26, 27 തീയതികളിലായി നടക്കും. 27 വൈകിട്ട് ചെർപ്പളശ്ശേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏരിയയിലെ 213 ബ്രാഞ്ച് സമ്മേളനങ്ങളും മുഴുവൻ ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച ശേഷമാണ് CPIM ചെറുപ്പളശ്ശേരി ഏരിയ സമ്മേളനം നവംബർ 25, 26, 27 തീയതികളിലായി നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഏരിയയിലെ എല്ലാ പഞ്ചായത്തുകളിലും മാധ്യമ സെമിനാർ, വിദ്യാർത്ഥി യുവജന സംഗമം, മഹിളാ സംഗമം, സാംസ്കാരിക കൂട്ടായ്മ, കാർഷിക സെമിനാർ, പോരാളികളുടെ സംഗമം തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. സമ്മേളനത്തിൽ ഉയർത്താനുള്ള പതാക PK സുധാകരൻ മാസ്റ്ററുടെ ജന്മദേശം ആയ ചളവറയിൽ നിന്നും, കൊടിമരം KK രാമചന്ദ്രന്റെ ജന്മസ്ഥലമായ ചുണ്ടമ്പറ്റയിൽ നിന്നും, ദീപശിഖ P രാമകൃഷ്ണന്റെ നാടായ തൂതയിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത്. പതാക, കൊടിമരം, ദീപശിഖ എന്നിവ വഹിച്ചുകൊണ്ടുള്ള ജാഥകൾ തിങ്കളാഴ്ച ചെറുപ്പളശ്ശേരിയിൽ സംഗമിക്കും. P മമ്മിക്കുട്ടി MLA, NP വിനയകുമാർ, K നന്ദകുമാർ തുടങ്ങിയവർ ജാഥകൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 6 മണിയോടെ സ്വാഗത സംഘം ചെയർമാൻ KB സുഭാഷ് പതാക ഉയർത്തും. 26 രാവിലെ 26 മൈലിലെ പട്ടാണീസ് ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. 27 വൈകിട്ട് 4 മണിക്ക് പുത്തനാൽക്കൽ മൈതാനിയിൽ നിന്നും ബഹുജന റാലിയും വളണ്ടിയർ മാർച്ചും ആരംഭിക്കും. തുടർന്ന് ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുസമ്മേളനം നടക്കും. പൊതുസമ്മേളനത്തിന് മുമ്പും ശേഷവും ഈപ്പാറ്റ ആലപ്പുഴ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. പ്രതിനിധി സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിലും MB രാജേഷ്, EN സുരേഷ് ബാബു, CK രാജേന്ദ്രൻ, NN കൃഷ്ണദാസ്, KS സലീഗ, P മമ്മിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25, 26 തീയതികളിലാണ് പട്ടാണീസ് ഓഡിറ്റോറിയത്തിൽ പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്ന സഖാവ് PK സുധാകരൻ മാസ്റ്ററുടെ നാമധേയത്തിലുള്ള
മണ്ഡപത്തിൽ വെച്ചിട്ടാണ് പാർട്ടിയുടെ പ്രതിനിധി സമ്മേളനം നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ പൊതുസമ്മേളനം നടത്തുന്നത് ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ്. അവിടെ പ്രത്യേകം തയ്യാറാക്കിയ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരായിരുന്ന സഖാവ് കോടിയേരിയുടെ നാമധേയത്തിലും അതേപോലെ തന്നെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ നാമധേയത്തിലുമുള്ള സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുമുള്ള നഗറിൽ വെച്ചിട്ടാണ് പൊതുസമ്മേളനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിൽ CPM-ൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സഖാക്കൾ MP രാജേഷ്, അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സുരേഷ് ബാബു, അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള CK രാജേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള KS അലീഗ, സഖാവ് NN കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കന്മാർ പ്രതിനിധി സമ്മേളനത്തിൽ മുഴുവൻ സമയം പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയും ആയ നമ്മുടെ പ്രിയപ്പെട്ട MLA സഖാവ് മമ്മിക്കുട്ടിയും ഈ സമ്മേളനത്തിൽ മുഴുവൻ സമയം പങ്കെടുക്കുന്നുണ്ട്. പൊതുസമ്മേളനം സഖാവ് MP രാജേഷാണ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത്. CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, KB സുഭാഷ്, E ചന്ദ്രബാബു, C കുട്ടിക്കൃഷ്ണൻ, MM വിനോദ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. റബ്ബർ പുരയിലെ റാട്ടപ്പുരയിൽ നിന്ന് ഒട്ടുപാൽ മോഷ്ടിച്ച സംഭവത്തിൽ യുവാവിനെ കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം തലയക്കുണ്ട് സ്വദേശി പുലയക്കളത്തിൽ ഷിയാദിനെയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KT ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് ഇരിങ്ങാട്ടിരി ജുമാ മസ്ജിദിന്റെ അധീനതയിലുള്ള റബ്ബർ തോട്ടത്തിലെ റാട്ടപ്പുരയിൽ നിന്ന് ഒട്ടുപാൽ മോഷ്ടിച്ച് ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുപോയ കേസിലാണ് ഷിയാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വർഷങ്ങളായി മേലാറ്റൂർ ആഞ്ഞിലങ്ങാടിയിലാണ് ഇയാൾ താമസിക്കുന്നത്. റബ്ബർ പാൽ കൊണ്ടുപോകുന്ന ജീപ്പിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. ഇതിനിടെ ഒട്ടുപാലും മറ്റു സാധനങ്ങളും സൂക്ഷിക്കുന്ന വിവിധ തോട്ടങ്ങളും വീടുകളും നോക്കിവെച്ച് മോഷണം നടത്തുകയാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് സാധനങ്ങളും ഇയാൾ മോഷ്ടിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. ഭരണസ്വാധീനത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് CPM താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ വാർഡ് വിഭജനം നടത്തിയതെന്നാരോപിച്ച് കരിങ്കല്ലത്താണിയിൽ UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച്. നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും UDF. പ്രതിഷേധ മാർച്ച് മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് AK നാസർ ഉദ്ഘാടനം ചെയ്തു. 21 വാർഡുകളുള്ള താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ 3 വാർഡുകളാണ് അധികമായി വരുന്നത്. വാർഡുകളുടെ കരട് രേഖ തയ്യാറാക്കി ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് സമർപ്പിച്ചു. എന്നാൽ ഭരണസ്വാധീനത്തിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് CPM വാർഡ് വിഭജനം നടത്തിയതെന്നാണ് UDF പഞ്ചായത്ത് കമ്മിറ്റി ആരോപിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ അതിരുകൾ എന്ന മാനദണ്ഡം ലംഘിച്ചു. 5-6 കിലോമീറ്ററുകളോളം ദൈർഘ്യമുള്ള വാർഡുകൾ ജനങ്ങൾക്ക് ഗ്രാമസഭയ്ക്ക് പങ്കെടുക്കുന്നതിനും വോട്ട് ചെയ്യുന്നതിലും പ്രയാസം സൃഷ്ടിക്കുന്നു. വികസന പ്രവർത്തനം വാർഡ് തലത്തിൽ ഏകോപിപ്പിക്കുന്നതിനും പ്രയാസമാകും. ഈ കാരണങ്ങൾ ഉന്നയിച്ചാണ് UDF പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ചിന് ശേഷം ടൗണിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അങ്ങേയറ്റം ദുഷ്കരമായ രൂപത്തിൽ ഒരു വാർഡ് വിഭജനം ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിലെ ജനങ്ങളിൽ ഇവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് അത് നമുക്ക് കണക്കാക്കേണ്ടത്. കാരണം അവർക്ക് പ്രതീക്ഷയേകുന്ന രൂപത്തിൽ ചില ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ ഈ രൂപത്തിൽ വാർഡുകൾ മാറ്റിയെടുക്കണം എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു രൂപത്തിൽ വാർഡുകൾ വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഫലം നമുക്കറിയാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2010 ഇതേ രൂപത്തിൽ വാർഡുകൾ വിഭജിച്ചപ്പോ UDF ആണ് അധികാരത്തിൽ വന്നത്. അപ്പൊ വാർഡ് വിഭജനത്തെ ഞങ്ങൾ ഭയക്കുന്നില്ല. UDF ഒരിക്കലും ഏത് രൂപത്തിൽ നിങ്ങൾ വാർഡ് വെട്ടിയാലും അവിടെ പരാജയം നേടും അല്ലെങ്കിൽ നേരിടേണ്ടി വരും എന്നുള്ള ഭയപ്പാട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടല്ല. പക്ഷേ ഈ നാട്ടിലുള്ള ആളുകളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു രീതിയിലാവാൻ പാടില്ല ഒരിക്കലും ഇത്തരത്തിലുള്ള വാർഡ് വിഭജനം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. UDF ചെയർമാൻ P പത്മനാഭൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, UDF കൺവീനർ VP റഷീദ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MT അഫ്സൽ, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി KP ഹുസൈൻ, കോൺഗ്രസ് താഴേക്കോട് മണ്ഡലം പ്രസിഡന്റ് ഓങ്ങല്ലൂർ ഹമീദ് ഹാജി,
യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി KM ഫത്താഹ്, പുലിക്കട മുഹമ്മദ് അലി, ടി രാമകൃഷ്ണൻ, PT ഹൈദ്രസ് ഖാജി തുടങ്ങിയവർ പങ്കെടുത്തു. നിയമപരമായും രാഷ്ട്രീയപരമായും ഇത് നേരിടുമെന്ന് UDF ചെയർമാൻ P പത്മനാഭൻ, കൺവീനർ VP റഷീദ എന്നിവർ അറിയിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വേറിട്ട പ്രതിഷേധം നടത്തി യുവാക്കൾ. തുവ്വൂർ തരിപ്രമുണ്ടയിലെ നവതരംഗം ക്ലബ്ബ് പ്രവർത്തകരാണ് മാമ്പുഴ ഐലാശ്ശേരി റോഡിൽ വേറിട്ട പ്രതിഷേധം നടത്തിയത്. തരിപ്രമുണ്ടയിലെ കുഴികൾ ക്വാറി വേസ്റ്റിട്ട് അടച്ചായിരുന്നു ക്ലബ്ബ് പ്രവർത്തകരുടെ പ്രതിഷേധം. തുവ്വൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന റോഡുകളിൽ ഒന്നാണ് മാമ്പുഴ ഐലാശ്ശേരി റോഡ്. എളുപ്പത്തിൽ കാളികാവ്, വണ്ടൂർ എന്നിവിടങ്ങളിൽ എത്താൻ ആശ്രയിക്കുന്ന റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നടിഞ്ഞു കിടക്കുകയാണ്. റോഡിലെ വലിയ ഗർത്തങ്ങളിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടായിട്ടും അധികൃതർ റോഡിനെ അവഗണിക്കുകയാണെന്നാണ് ക്ലബ്ബ് പ്രവർത്തകരുടെ ആക്ഷേപം. ഇതേ തുടർന്നാണ് ശനിയാഴ്ച രാത്രി കുഴിയടച്ചുള്ള പ്രതിഷേധവുമായി നവതരംഗം ക്ലബ്ബ് പ്രവർത്തകർ രംഗത്തെത്തിയത്. ക്വാറി വേസ്റ്റിട്ട് തരിപ്രമുണ്ട ഭാഗത്തെ വലിയ കുഴികളെല്ലാം പ്രവർത്തകർ അടച്ചു. റോഡ് തൂർ പഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റോഡാണ്. തൂർ ഭരണസമിതിൻ്റെ കീഴിൽ ഇത് എപ്പോഴും ഈ റോഡിനെ കുറിച്ചൊരു അവഗണനയാണ്. കാരണം ഇത് ഈ 2 കിലോമീറ്റർ PWD ഏറ്റെടുക്കാതെ തൂർ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള റോഡാണ്. ഇത് പഞ്ചായത്ത് ചെന്നാണ്ട് എപ്പോൾ പറഞ്ഞാലും ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല, ഫണ്ടായിട്ടില്ല പറഞ്ഞാണ്ട് എപ്പോഴും അവഗണനയാണ്. അപ്പോൾ നാട്ടുകാർ ഇതിന് നവതരംഗ ക്ലബിൻ്റെ പേരിൽ ഇവിടുത്തെ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയാണ്ട് ഇതിന് പ്രതിഷേധ നിലയിലേക്ക് ആദ്യ ഇത് നില നിലക്കാണ് ഇപ്പോൾ നമ്മളെ കോറി വേസ്റ്റ് ക്ലബിൻ്റെ കീഴിൽ ചെറുക്കന്മാരൊക്കെ പാടെ ഒരുമിച്ച് കൂടിയാണ്ട് ഈ കോറി വേസ്റ്റ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിമേയും പഞ്ചായത്ത് ഇതിന് മുൻകൈ എടുക്കണില്ല എങ്കിൽ അടുത്ത പ്രതിഷേധമായാണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. നവതരംഗ ക്ലബിൻ്റെ കീഴിൽ ഇവിടുത്തെ ചെറുക്കന്മാരെല്ലാവരും അണിനിരന്നാണ്ട് ഇതിന് മുന്നോട്ട് പോകുന്നില്ലാണ് പറയാനുള്ളത്. ഇത് KK ഷഫീഖ്, TH സിറാജ്, ജസീൽ നീലങ്ങോടൻ, AK നാസറുദ്ദീൻ, NK സുഹൈൽ, PT ഷഫീഖ്, AK ഷറഫുദ്ദീൻ, KK ഷിഹാബ്, ജംഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. ഇടവേള. വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് തച്ചമ്പാറ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ സൗഹൃദ പ്രചാരണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 1 വർഷം ബാക്കി നിൽക്കെ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം പ്രകൃതി സൗഹാർദ്ദമാക്കാൻ 3 മുന്നണികളും തീരുമാനിക്കുകയായിരുന്നു. തച്ചമ്പാറ പഞ്ചായത്ത് 4-ാം വാർഡ് കോഴിയോട് പഞ്ചായത്ത് അംഗമായിരുന്ന ജോർജ് തച്ചമ്പാറ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. CPI അംഗമായിരുന്ന ജോർജ് തച്ചമ്പാറ രാജിവെച്ച് BJPയിൽ ചേർന്നിരുന്നു. ഡിസംബർ 10 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ അലി തേക്കത്ത്, LDFിലെ ചാണ്ടി തുണ്ടുമണ്ണിൽ, BJPയുടെ രവീന്ദ്രൻ ശാന്തുരുത്തി എന്നിവരാണ് മത്സരിക്കുന്നത്. 3 മുന്നണികളും ചേർന്നാണ് പ്രചാരണം ഹരിത പ്രോട്ടോകോളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി പ്രചാരണത്തിന് സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ, വാഹനങ്ങളിലുള്ള അനൗൺസ്മെന്റ് എന്നിവ ഒഴിവാക്കും. നിലവിലെ പ്രചാരണ രീതിയിൽ നിന്നും മാറി മാതൃകാപരമായ പ്രചാരണ രീതിയാണ് ഇത്തവണ എന്ന് UDF നേതാവ് റിയാസ് തച്ചമ്പാറ പറഞ്ഞു. 4-ാം വാർഡ് കോഴിയോടിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തികച്ചും വ്യത്യസ്തമായി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇതൊരു മാതൃകാപരമായ ഒരു തീരുമാനമായി 3 രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. മുന്നണികളും അത് തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഫ്ലെക്സ് ബോർഡുകൾ, അതുപോലെ തന്നെ മൈക്ക് അനൗൺസ്മെൻറ്റുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വരുന്ന 1 വർഷത്തെ കാലയളവിൽ മാത്രം വരുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിന് ബൈ-ഇലക്ഷന് ചെലവ് കുറക്കുന്നതിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ ശബ്ദ മലിനീകരണം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് എല്ലാ മുഴുവൻ കക്ഷികളും ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി എടുത്ത ഈ തീരുമാനം എല്ലാവരും നടപ്പിലാക്കുമെന്ന് മാത്രം അറിയിക്കും. 3 മുന്നണികളും ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്ന് LDF നേതാവ് മണികണ്ഠൻ പൊറ്റശ്ശേരി പറഞ്ഞു. സ്ഥാനാർത്ഥികളുടെ ബോർഡ്, പേര്, ചിഹ്നം എന്നിവ വെച്ചുകൊണ്ടുള്ള ബാഹ്യമായ ബോർഡ് പ്രചരണം പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. 1. 2, ഇതിനോട് ബന്ധപ്പെട്ട് ഈ മൈക്ക് പ്രചരണം വലിയ തോതിൽ സ്ഥാനാർത്ഥികളുടെ പേര്, ചിഹ്നം നാട്ടുകാർക്ക് പൊതുവെ ശല്യമാവുന്ന രൂപത്തിലാണ് ഈ മൈക്ക് പ്രചരണം നടക്കാറുള്ളത്. സംയുക്തമായി ആ പ്രചരണവും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ ഇറക്കുന്ന അഭ്യർത്ഥനയിൽ അവരവരുടെ ഫോട്ടോ പതിക്കാം, ആവശ്യമായ കൊടികളും തോരണങ്ങളും സ്ഥാപിക്കാം. ഇതിനപ്പുറമുള്ള എല്ലാ പ്രചരണ സംവിധാനങ്ങളും വേണ്ടെന്നാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും സൗഹാർദ്ദപരമായി
നടത്തുന്നതിന് ബന്ധപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികളും അവരുമായി ബന്ധപ്പെട്ട മുന്നണി നേതാക്കളുടെയും സംയുക്ത കൂടിയാലോചനയിൽ ഇത്തരമൊരു മാതൃകാപരമായ തീരുമാനം ഇന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുമെന്ന് BJP നേതാവ് സന്തോഷ് പറഞ്ഞു. കോഴിക്കോട്ടിലെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള തീരുമാനം, ഈ മഹത്തായ തീരുമാനം, അതിന് ഭാരതീയ ജനതാ പാർട്ടി തച്ചമ്പാറ പഞ്ചായത്ത് കമ്മിറ്റി എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി പട്ടികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായി റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെ എത്തിയതായിരുന്നു നേതാക്കൾ. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയെ തകർക്കുന്ന തരത്തിൽ രഹസ്യമായി നടന്നുകൊണ്ടിരിക്കുന്ന എഴുത്ത് ലോട്ടറിക്കെതിരെ ലോട്ടറി ഏജന്റ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ CITU മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അലനല്ലൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധം CITU മണ്ണാർക്കാട് ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി ടോമി ഉദ്ഘാടനം ചെയ്തു. നിരവധി തൊഴിലാളികളുടെ അന്നം മുട്ടിക്കുന്ന തരത്തിൽ അനധികൃതമായി നടത്തുന്ന എഴുത്ത് ലോട്ടറി അവസാനിപ്പിച്ചില്ലെങ്കിൽ പരസ്യമായി നേരിടുമെന്നാണ് CITUവിന്റെ തീരുമാനമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. മണ്ണാർക്കാട് താലൂക്കിലെ അലനല്ലൂർ, എടത്തനാട്ടുകര ഭാഗങ്ങളിൽ അനധികൃത ലോട്ടറി വ്യാപാരം നടക്കുന്നുവെന്ന് കാണിച്ച് നാട്ടുകാർ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ലോട്ടറി ഏജന്റ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് ഹക്കീം മണ്ണാർക്കാട് അധ്യക്ഷത വഹിച്ചു. നേതാക്കന്മാരായ ഭുവനേഷ്, ദേവദാസൻ മാസ്റ്റർ, ജലീൽ എന്നിവർ പ്രസംഗിച്ചു. ആലിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്നവർക്ക് ഇനി ഒരു കപ്പ് ചായയുടെ ഉന്മേഷത്തിൽ സ്വീകരണം. പഞ്ചായത്ത് ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന പൊതുജനങ്ങളെ സൗജന്യമായി ചായയും കാപ്പിയും നൽകി സ്വീകരിക്കാനുള്ള സൗകര്യം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കി. ബാങ്ക് ഓഫ് ബറോഡ തൂത ബ്രാഞ്ചിന്റെ സഹായത്തോടു കൂടിയാണ് തളിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസിൽ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പൊതുജനത്തിന് സേവനം നൽകുന്നതോടൊപ്പം സ്നേഹത്തിന്റെ ചേർത്തുനിർത്തൽ കൂടിയാണ് ഈ പദ്ധതി. മുൻപ് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തോട് ജോലി അന്വേഷിച്ചു ചെന്ന ഭിന്നശേഷിക്കാരനായ ഷഹബാസിനെയാണ് ഈ കോഫി മെഷീൻ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത്. ജീവനക്കാർക്കും പഞ്ചായത്ത് അംഗങ്ങൾക്കും ഡിസ്കൗണ്ട് റേറ്റിൽ ചായ കുടിക്കാം. ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഷഹബാസിനുള്ളതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ഉദ്ഘാടന ചടങ്ങിൽ അറിയിച്ചു. ബറോഡ ബാങ്ക് മാനേജർ വിപിൻ ദിലീപിന് ഒരു കപ്പ് കാപ്പി നൽകി ഷഹബാസ് തന്നെയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ, സ്ഥിരം സമിതി ചെയർമാൻമാരായ CH ഹമീദ്, CP ഹംസക്കുട്ടി, ജുബീല ലത്തീഫ്, അംഗങ്ങളായ അമ്പിളി, ലീന ശാന്തിനി, പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു, മറ്റു ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആനമങ്ങാട് കഥകളി ക്ലബിന്റെ യുവ പ്രതിഭാ പുരസ്കാരം കലാക്ഷേത്രം രഞ്ജിഷിന്. പുരസ്കാരം 2025 ജനുവരിയിൽ നടക്കുന്ന കഥകളി ക്ലബിന്റെ 40ാം വാർഷികാഘോഷ ചടങ്ങിൽ സമർപ്പിക്കുമെന്ന് ആനമങ്ങാട് കഥകളി ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. ആനമങ്ങാട് കഥകളി ക്ലബിന്റെ യുവപ്രതിഭാ പുരസ്കാരത്തിന് കലാക്ഷേത്രം രഞ്ജിഷിനെ തിരഞ്ഞെടുത്തു. മുംബൈ ഡോംബിവിലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാക്ഷേത്രത്തിലെ കഥകളി വിഭാഗം ആശാനാണ് രഞ്ജിഷ്. ഇന്ത്യയിലും വിവിധ വിദേശ രാജ്യങ്ങളിലുമായി ചെറുതും വലുതുമായ 600ഓളം വേദികളിൽ കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതര ഭാഷക്കാർക്ക് കഥകളി പഠിപ്പിക്കുന്ന പരിശീലകനും ചെണ്ട കലാകാരനും കൂടിയാണ് രഞ്ജിഷ്. കലാശ്രീ കലാമണ്ഡലം C ഗോപാലകൃഷ്ണന്റെ ശിഷ്യനാണ്. ആനമങ്ങാട് വരിക്കത്ത് രാജൻ നായരുടെയും മഹേശ്വരി അമ്മയുടെയും ഏക മകനായ രഞ്ജിഷ് ജനിച്ചതും പഠിച്ചതും വളർന്നതും മുംബൈയിലാണ്. ദിവ്യയാണ് ഭാര്യ. റാൻഷ് ഏക മകനാണ്. ആനമങ്ങാട്ടെ ഏക കഥകളി കലാകാരൻ എന്ന നിലയിൽ കൂടിയാണ് ആനമങ്ങാട് കഥകളി ക്ലബിന്റെ യുവപ്രതിഭാ പുരസ്കാരത്തിന് രഞ്ജിഷിനെ പരിഗണിച്ചത്. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 ജനുവരി 11, 12, 13 തീയതികളിൽ ആനമങ്ങാട് AUP സ്കൂൾ അങ്കണത്തിലാണ് കഥകളി ക്ലബിന്റെ 40ാം വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നത്. 11-ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് കഥകളി ക്ലബ്ബ് സെക്രട്ടറി EV മുകുന്ദൻ, കഥകളി ക്ലബ്ബ് സ്ഥാപകാംഗം N പീതാംബരൻ, പ്രചരണ വിഭാഗം ചെയർമാൻ സത്താർ ആനമങ്ങാട് എന്നിവർ അറിയിച്ചു. മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കരാട്ടെ മത്സരത്തിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും MES കല്ലടി കോളേജിന് ഇരട്ട കിരീടം. N ഷംസുദ്ദീൻ MLA സമ്മാനദാനം നിർവഹിച്ചു. പുരുഷ വിഭാഗത്തിൽ സഹൃദയ കോളേജ് 2ാം സ്ഥാനവും SN നാട്ടിക 3ാം സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ ക്രൈസ്റ്റ് കോളേജ് 2ാം സ്ഥാനവും MD കോളേജ് പഴനി 3ാം സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ MES കല്ലടി കോളേജിനു വേണ്ടി PP ഫർഷാന, സ്റ്റേസി ചെരുവിൽ, ഐശ്വര്യ, അശ്വതി എന്നിവരാണ് സ്വർണം നേടിയത്. പുരുഷ വിഭാഗത്തിൽ അനന്തു മനോഹർ, സഹൽ, CS മിഥുൻ, ആദിത്യൻ വിനോദ്,
അഭിഷേക്, ശബരിനാഥ് എന്നിവർ കലടി കോളേജിനു വേണ്ടി സ്വർണം കരസ്ഥമാക്കി. തണൽ റവന്യൂ ടവർ കൂട്ടായ്മയുടെ മലപ്പുറം ജില്ലാ പ്രവർത്തനോദ്ഘാടനം വെട്ടത്തൂർ ആകാശപ്പറവയിലെ അന്തേവാസികൾക്കൊപ്പം നടന്നു. ഇവർക്ക് വസ്ത്രങ്ങളും സ്നേഹവിരുന്നും നൽകി. കായിക വഖഫ് ബോർഡ് മന്ത്രി വി അബ്ദുറഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആയിരമോ പതിനായിരമാകണം ആശയ്ക്കുലകിൽ അളവുണ്ടാകും ഈശ്വരക്കും ദൈവമേ മനുഷ്യനു ശ്വാശ്വതമേ തുലകിൽ നിൻ സ്നേഹ ഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസി ദളമാണു ഞാൻ കൃഷ്ണ തുളസി ദളമാണു ഞാൻ സ്വരരാഗ ഗംഗ പ്രവാഹമേ. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കിയാണ് 2019 തണൽ റവന്യൂ ടവർ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. 6 വർഷത്തിനുപ്പുറം വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. തണലിന്റെ മലപ്പുറം ജില്ലാ പ്രവർത്തനങ്ങൾക്കാണ് ഞായറാഴ്ച വെട്ടത്തൂർ ആകാശപ്പറവയിൽ തുടക്കമായത്. കായിക വഖഫ് ബോർഡ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ആകാശപ്പറവയിലെ അന്തേവാസികൾക്ക് തണൽ വസ്ത്രങ്ങളും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. തണൽ റവന്യൂ ടവർ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഖദീജ മഞ്ചേരി അധ്യക്ഷയായി. നജീബ് കാന്തപുരം MLA, വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ, വെട്ടത്തൂർ വില്ലേജ് ഓഫീസർ പ്രദീപ്, മേലാറ്റൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഗോപകുമാർ, മേലാറ്റൂർ വില്ലേജ് ഓഫീസർ രാമനാഥൻ, വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജലീൽ കണക്കപ്പിള്ള, തണൽ സ്ഥാപകൻ സുൽഫി ഷാഹിദ്, സംസ്ഥാന പ്രസിഡന്റ് മായ VS നായർ, സെക്രട്ടറി രാജാറാം, ട്രഷറർ സമീഷ് മോഹൻ, ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് മഞ്ചേരി, സ്വാഗത സംഘം ചെയർമാൻ അബ്ദുസമദ് തോട്ടശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ഏകദേശം 3000-ഓളം കുടുംബങ്ങൾക്ക് ഈ കാലയളവിനുള്ളിൽ ചെറിയ സഹായങ്ങൾ, ഞങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങള് നാളിതുവരെ പുറമേ നിന്ന് യാതൊരു കളക്ഷനും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ അംഗങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം ഇതിലേക്ക് മാറ്റിവെച്ച് അതുകൊണ്ടാണ് നമ്മള് കുറെ ആൾക്കാരെ സഹായിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പോ ഞങ്ങള് ഏറ്റെടുത്ത ഒരു പദ്ധതി എന്ന് പറയുന്നത് ഒരു 100 പേരെ താമസിക്കാൻ കണക്കാക്കിയുള്ള ഒരു അനാഥ അഗതി മന്ദിരം. അത് സ്വന്തമായി ഭൂമി വാങ്ങി കെട്ടിടം പണിത് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി കഴിഞ്ഞ വർഷം രംഗത്തിറങ്ങുകയും അതിന്റെ ഭാഗമായി 20.5 സെന്റ് ഭൂമി ഞങ്ങള് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ അത് വാങ്ങിയിട്ടിട്ടുണ്ട്. ഇനി അതിലൊരു കെട്ടിടം പണിയണമെന്നാണ് ആഗ്രഹം. ആ കെട്ടിടം പണിയാൻ വേണ്ടി ചിലപ്പോൾ ഞങ്ങൾക്ക് പൊതുജനങ്ങളെയൊക്കെ സമീപിക്കേണ്ടി വരും. നാളിതുവരെയുള്ള നമ്മുടെ ഒരു പോളിസി ആയിരുന്ന ഞങ്ങളുടെ അംഗങ്ങളുടെ അധ്വാന വിഹിതം മാത്രം പോരാ, ആ ഒരു കെട്ടിടം പണിയാനും അത് യാഥാർത്ഥ്യമാക്കാനും അതിന് പൊതുജനങ്ങളെയൊക്കെ നമുക്ക് സമീപിക്കേണ്ടി വരും. ചടങ്ങിൽ സംഘടന ID കാർഡ് വിതരണം ചെയ്തു. നമ്മുടെ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമാണ് തലമുടി. പക്ഷേ അവനവന്റെ സൗന്ദര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തും അപരനെ സഹായിക്കാമെന്ന് കുട്ടികൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തയാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അങ്ങനെയുള്ള ഒരു സുന്ദര കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കേശദാന ക്യാമ്പിൽ കണ്ടത്. ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി തലമുടി നഷ്ടപ്പെടുന്നവർക്ക് വിഗ് നിർമ്മിക്കാനാണ് അമല ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് ചളവറ സ്കൂളിൽ കേശദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്കൂളിലെ NSS യൂണിറ്റിന്റെ തനതു പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കേശദാനം സ്നേഹദാനം എന്ന ക്യാമ്പ് ഒരുക്കിയത്. കുട്ടികളും മുതിർന്നവരുമൊക്കെയായി 37 പേർ സ്കൂളിലെത്തി കേശദാനം നടത്തി. ചളവറ പഞ്ചായത്ത് പ്രസിഡന്റ് E ചന്ദ്രബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം UP രാധിക അധ്യക്ഷയായി. പ്രിൻസിപ്പൽ KB സുനിൽ രാജ് മാസ്റ്റർ, സ്കൂൾ പാർലമെന്റ് ലീഡർ റിൻസിയ, അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കേശദാനം കോർഡിനേറ്റർ സെബാസ്റ്റ്യൻ, സതി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്.
പാലക്കാട് ജില്ലയിലെ ആദ്യ ഭിന്നശേഷി അങ്കണവാടി കെട്ടിടം വിളയൂരിൽ യാഥാർത്ഥ്യമാകുന്നു. അടുത്ത മാസം കെട്ടിടം തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യം. വിളയൂർ പഞ്ചായത്തിലെ ഭിന്നശേഷി സൗഹൃദ അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപമാണ് പുതിയ അങ്കണവാടി കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത്. മുഹമ്മദ് മുഹസിൻ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ ഉൾപ്പെടെ 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കായി ഇവിടെ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക മുറികൾ, ഫിസിയോതെറാപ്പി സൗകര്യം ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളും കെട്ടിടത്തിൽ ഒരുക്കുന്നുണ്ട്. ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഭിന്നശേഷി അങ്കണവാടി കെട്ടിടം യാഥാർത്ഥ്യമാവുന്നതെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഡിസംബറിൽ കെട്ടിടം തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, വൈസ് പ്രസിഡന്റ് KP നൌഫൽ, രാജി മണികണ്ഠൻ, K മുരളി ഉൾപ്പെടെയുള്ളവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. മണ്ണാർക്കാട് സെന്റ് ജെയിംസ് റോമൻ കത്തോലിക്ക ഫെറോന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ തുടങ്ങി. ചൊവ്വാഴ്ചയാണ് തിരുനാൾ ആഘോഷം. വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച കൊടിയേറ്റത്തിന് ശേഷം നടന്ന ആഘോഷമായ ദിവ്യബലി, വചന സന്ദേശം, നോവേന എന്നിവയ്ക്ക് ഫാദർ പീറ്റർ ലോറൻസ് കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4:30 ഫാദർ ഫിലിപ്പ് കരിവേലിലിന്റെ കാർമ്മികത്വത്തിൽ ജപമാല, ദിവ്യബലി, വചന സന്ദേശം, നോവേന ആരാധന എന്നിവ നടത്തും. ഊട്ടുതിരുനാൾ ദിനമായ ചൊവ്വാഴ്ച രാവിലെ 9:30 ജപമാല, രാവിലെ 10 മണിക്ക് പ്രസ്തേന്തി വാഴ്വ്, വിശുദ്ധന്റെ രൂപം നടയിറക്കൽ, മാല ചാർത്തൽ, തുടർന്ന് ആഘോഷമായ ദിവ്യബലി എന്നിവ നടക്കും. ഫാദർ ഡോക്ടർ അഗസ്റ്റ്യൻ മുള്ളൂർ കാർമ്മികത്വം വഹിക്കും. ഫാദർ ലൈജു പുതുശ്ശേരി വചന സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവ നടക്കുമെന്ന് വികാരി ഫാദർ സുജി ജോൺ അടിച്ചിലിൽ പറഞ്ഞു. നവംബർ 26 ചൊവ്വാഴ്ചയാണ്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. 9 ദിവസത്തെ നവനാൾ ദിവസങ്ങൾക്ക് ശേഷം തിരുനാൾ ആഘോഷിക്കുന്നത് 2024 വർഷം നവംബർ 24 വൈകുന്നേരം 4:30 കൊടിയേറ്റം, തുടർന്ന് ആഘോഷമായ ദിവ്യബലി. ബഹുമാനപ്പെട്ട ലോറൻസ് മീറ്ററച്ചനാണ് ഫെറോന വികാരി കൊടിയേറ്റുന്നത്. 25-ാം തീയതിയും ആഘോഷമായ തിരുനാൾ ബലി ഉണ്ടാകും. 26-ാം തീയതി രാവിലെ 9 മണിക്ക് ജപമാലയോടുകൂടി തന്നെ തിരുനാളിന്റെ ആരംഭം നടക്കുന്നു. തിരുനാൾ കൺവീനർ സുനിൽ ജോർജ് നെഞ്ചത്തിൽ, മാർട്ടിൻ, അജു ഈപ്പൻ, ബിന്ദു, ഫ്രാൻസിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദഫ് ബോയ്സ് മണ്ണാർക്കാട് സംഘടിപ്പിച്ച അഖില കേരള ദഫ് മത്സരം ദഫ് ദിൽ ദിൽ മണ്ണാർക്കാട് കല്യാണക്കാപ്പിൽ നടത്തി. കേരളത്തിലെ പ്രശസ്തരായ ദഫ് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കുമരംപുത്തൂർ കല്യാണക്കാപ്പ് ബീരാൻ ഔലിയ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്കണത്തിൽ രാത്രി 7-ന് ആരംഭിച്ച മത്സരം N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. മാർഗംകളിയും തിരുവാതിരക്കളിയും മോഹിനിയാട്ടവും അങ്ങനെ ക്ഷേത്രകലകളും നാടൻ കലകളും പുറമേ നിന്ന് വന്ന് മലയാള സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് രൂപപ്പെട്ട പുതിയ കലാസാംസ്കാരിക പരിപാടികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ദഫ്മുണ്ട്. വളരെ പുരാതനമായിട്ടുള്ള ഇസ്ലാമികമായ ഇതിവൃത്തങ്ങളെ പാടി മറ്റുള്ളവരെ വരവേൽക്കാൻ, അത് ഒരാളൊരു നാട്ടിലേക്ക് വരുമ്പോഴുള്ള വരവേൽപ്പാകാം, വിവാഹവേളകളിൽ പുതുമണവാളനെ വരവേൽക്കലാവാം. ഇതൊക്കെ ദഫിലൂടെ അവരാ ചൊല്ലുന്ന ശ്ലോകങ്ങളിലൂടെ പറഞ്ഞുകൊണ്ട് വളരെ താളാത്മകമായി ആ കാര്യം നിർവഹിക്കുകയാണ്. TVM രക്ഷാധികാരി സഹദ് ഫൈസി ചങ്ങലേരി അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ അമ്പംകുന്ന് ഫക്രുദ്ദീൻ, ഷെരീഫ് അൻവരി, സദീർ, നായിഫ്, അജ്മൽ എന്നിവർ നേതൃത്വം നൽകി. ദഫ് ആസ്വാദകരുടെ വലിയ നിരയാണ് മത്സരം ആസ്വദിക്കാനെത്തിയത്. അമ്പലപ്പാറ മേലൂരിലെ മുൻകാല കോൺഗ്രസ് നേതാവ് MT നാരായണൻ മാസ്റ്ററുടെ അനുസ്മരണം ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. മുൻ മന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന അധ്യക്ഷൻ
VC കബീർ മാസ്റ്റർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേലൂരിലെ മുൻകാല കോൺഗ്രസ് പ്രവർത്തകനും ALP സ്കൂളിലെ പ്രധാന അധ്യാപകനും വാർഡ് മെമ്പറുമായിരുന്ന MT നാരായണൻ മാസ്റ്ററുടെ 22ാം ചരമവാർഷികമാണ് ഗാന്ധി ദർശൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത്. അനുസ്മരണ യോഗം മുൻ മന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന അധ്യക്ഷനുമായ VC കബീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ദൈവനിയോഗമായി 80-ൽ എന്നെ സ്ഥാനാർത്ഥിയാക്കി ഞാൻ ഒറ്റപ്പാലം സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ മുതിർന്ന ആളുകളെയൊക്കെ എനിക്ക് കണ്ടുപരിചയമുണ്ട്. എല്ലാവരും പേരറിയില്ല. അങ്ങനെ MKS ഒക്കെ ആയിട്ട് ഞാൻ നടന്ന് സ്വാധീനം ഉറപ്പിച്ച ആദ്യത്തെ ചെറിയ വോട്ടിന് ഞാൻ ജയിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഇലക്ഷൻ വന്നു. ഞാനും ബാലേട്ടൻ തമ്മിൽ മത്സരിക്കേണ്ടി വന്നു. ബാലേട്ടൻ തോറ്റു. എൻ്റെ ഗുരുവാണ് അദ്ദേഹം തോറ്റു. നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്തു. അങ്ങനെ 21 കൊല്ലക്കാലം ഒറ്റപ്പാലത്തിൻ്റെ MLA ആയി. ഒരു സാധാരണ സ്കൂൾ മാഷ്, ഒരു ചെറിയ പയ്യൻ, ഒന്നുമില്ലാതെ, തടിയില്ല, വണ്ണമില്ല, കാശില്ല, അങ്ങനെ ഒരുത്തനെ നിങ്ങൾ 5 പ്രാവശ്യം ജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ചു. തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും കായിക മേഖലയിൽ മികവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. കൂടാതെ 80 വയസ്സ് പൂർത്തിയായ വിമുക്ത ഭടന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. സമിതി പ്രസിഡന്റ് ജയരാമൻ മാസ്റ്റർ അധ്യക്ഷനായി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ജയലക്ഷ്മി ടീച്ചർ മുഖ്യാതിഥിയായി. FACT റിട്ടയർഡ് സീനിയർ മാനേജർ PK സുരേഷ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. സമിതി കൺവീനർ NK ശ്രീധരൻ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് V. വാസുദേവൻ, CPM ലോക്കൽ സെക്രട്ടറി CC രാജൻ, BJP പ്രതിനിധി K. മുരളീധരൻ, P. പത്മനാഭൻ, NSS കരയോഗം പ്രസിഡന്റ് രാധാകൃഷ്ണൻ തോട്ടത്തിൽ, SNDP സെക്രട്ടറി M. പ്രഭാകരൻ, സമിതി വൈസ് പ്രസിഡന്റ് MT സന്തോഷ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. KSTA പട്ടാമ്പി ഉപജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുവാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു. KSTA പട്ടാമ്പി ഉപജില്ല 34ാം വാർഷിക സമ്മേളനമാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യവുമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം K. രഞ്ജിത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തിന്റെ ശരിയുടെ പക്ഷത്തിന്റെ മുന്നേറ്റം എല്ലാ മേഖലയിലും ലോകത്താകെ ഇടതുപക്ഷമാണ് ശരിയെന്ന് പ്രഖ്യാപിക്കുന്നത് ഒടുവിൽ ശ്രീലങ്കയിലാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ചൈനയിലും ക്യൂബയിലും വിയറ്റ്നാമിലും ലാവോസിലും ഉത്തരകൊറിയയിലും കൊളംബിയയിലും ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഇടതുപക്ഷമാണ് ശരിയെന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ അവസാനത്തെ അടിവരയിലാണ് ശ്രീലങ്കയിൽ മക്കൾ. എന്നാൽ ആ ഇടതുപക്ഷ മുന്നേറ്റത്തിനോടൊപ്പം തന്നെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, അമേരിക്കൻ കോൺഗ്രസ് 2 തവണയായി ഇംപീച്ച് ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ, അമേരിക്കൻ കോൺഗ്രസ് 2 തവണ പുറത്താക്കിയ ഒരു മനുഷ്യൻ, ഒരു കൊലക്കേസിൽ ശിക്ഷയ്ക്ക് വിധേയനായ ഒരു മനുഷ്യൻ അമേരിക്കയുടെ ഭരണാധികാരിയായി വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു എന്നൊരാശങ്ക. ഉപജില്ലാ പ്രസിഡന്റ് K. കാവേരി അധ്യക്ഷയായി. T. വിശ്വനാഥൻ, KP സ്മിത, PG ഗിരീഷ് കുമാർ, VP മനോജ്, A. സുധീർ, K. പ്രസാദ്, K. ജയപ്രകാശ്, EM ശ്രീദേവി, A. ഷമി, MP വിപിനൻ, S. മിനി, KC ഷാജിമോൻ, വെങ്കടേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീകൃഷ്ണപുരത്തിന് ഇനി കലാരാവുകൾ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച ശ്രീകൃഷ്ണപുരത്ത് അരങ്ങുണരും. ആദ്യ ദിനം രചനാ മത്സരങ്ങൾ നടക്കും. വാണിയംകുളം നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മാസങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കിയ ടൗണിലെ ഗതാഗത പരിഷ്കാരങ്ങൾ വെറുതെയായെന്ന് ഓട്ടോ തൊഴിലാളികൾ. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പഞ്ചായത്തും പോലീസും ഇടപെടണമെന്ന ആവശ്യം ശക്തം. അടച്ചുറപ്പുള്ള വീടില്ല. മണാർക്കാട് ഒരു കുടുംബം മന്തി ഉറങ്ങുന്നത് ഓലയും പ്ലാസ്റ്റിക് ഷീറ്റും മേഞ്ഞ ഷെഡിൽ. ലൈഫ് ഭവന പദ്ധതിയിലേക്ക് അപേക്ഷിച്ചെങ്കിലും വീടിന് അനുമതി കിട്ടിയില്ല. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് 2.5 കോടി രൂപയുടെ സ്വർണം കവർന്ന സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടി ശിക്ഷിക്കണമെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ ഭാരവാഹികൾ. നഷ്ടപ്പെട്ട മുതൽ വീണ്ടെടുക്കണമെന്നും വ്യാപാരികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന ഇത്തരം കവർച്ചാ സംഘങ്ങളെ ഇല്ലാതാക്കാൻ പോലീസ് ശക്തമായ നടപടി കൈക്കൊള്ളണമെന്നും ഭാരവാഹികൾ.
CPM ചെർപ്പളശ്ശേരി ഏരിയ സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 25, 26, 27 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. 27 വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാട്ടിരിയിൽ റബ്ബർ പുരയിലെ റാട്ടപ്പുരയിൽ നിന്ന് ഒട്ടുപാൽ മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. കോട്ടയം സ്വദേശി സിയാദാണ് അറസ്റ്റിലായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഇനി ഷോർട്ട് ന്യൂസ് കാണാം.